പഹൽഗാമിലുണ്ടായ ആക്രമണം കഴിഞ്ഞ് ഏതാണ്ട് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ജമ്മു കാശ്മീരിലുള്ള തീവ്രമായ തിരച്ചിൽ തുടരുകയാണ്. അതായത് ജമ്മു കാശ്മീർ പോലീസും ഇന്ത്യൻ കരസേനാ വിഭാഗവുമെല്ലാം തന്നെ അവിടെ വലിയ തിരച്ചിൽ നടത്തുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തദ്ദേശീയ ആൾക്കാരെ ഉൾപ്പെടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ വനാന്തർ ഭാഗത്തു നിന്ന് വരികയും ആക്രമണത്തിന് ശേഷം അങ്ങോട്ടേക്ക് തന്നെ ഒളിവിൽ പോവുകയും ചെയ്തു. പക്ഷേ തദ്ദേശീയരായ ചില ആളുകളുടെ സഹായമില്ലാതെ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല എന്ന് അന്നേ പുറത്തു വന്നതാണ്. ഈ വിവരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പഴുതടച്ചുള്ള ഒരു പരിശോധന കശ്മീരിലും ചുറ്റുപാടും ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുഞ്ച് മേഖലയിൽ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ പോലീസും അതുപോലെ തന്നെ കരസേനയും നടത്തിയ തിരച്ചിലിൽ നിർണായകമായ ചില കാര്യങ്ങൾ കണ്ടെത്തി. അതായത് അവിടെ സ്ഫോടക വസ്തുക്കൾ ഇരുന്ന് കണ്ടെത്തുന്നുണ്ട്, ബങ്കറുകൾ കണ്ടെത്തുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള തിരച്ചിൽ നടത്തുന്നതിലൂടെ ജമ്മു കാശ്മീരിൽ നടത്തുന്ന ഈ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യൻ ഭരണകൂടം കർശനമായ നിലപാടെടുക്കുന്നു എന്ന് വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. ഇത് പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള സന്ദേശം കൂടിയാണ്. അതായത് ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കുമെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് നമ്മൾ. ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി എടുക്കുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് 2800 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 90 പേർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾക്ക് നേരെ 14ാമത്തെ ദിവസമാണ് നമ്മൾ ആക്രമണം നടത്തിയത്. അപ്പോൾ ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കാശ്മീർ IG-ആയ VK ബിർദി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ഏതാണ്ട് 2800 പേരെയാണ് നമ്മൾ പറഞ്ഞു. ഇതിൽ 90 പേർക്കെതിരെ PSA നിയമപ്രകാരം കേസെടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഈ സംസ്ഥാന വ്യാപകമായിട്ടുള്ള തിരച്ചിൽ തുടരും. അപ്പം ജമ്മു കാശ്മീർ പോലീസ് മാത്രമല്ല ഇന്ത്യൻ സൈന്യവും ഈ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും പറയുന്നുണ്ട് ഈ വനത്തിൻ്റെ മുകളിൽ നിന്ന് വെടിവെച്ചാൽ പോരെ, അല്ലെ അവിടേക്ക് ബോംബിട്ടാൽ പോരെ. അങ്ങനെയൊന്നുമല്ല ഒരു ആക്രമണം നടത്തുന്നത്. സാധാരണഗതിയിൽ ഈ ആക്രമണത്തിന് പിന്തുണ നൽകിയവരെ നമ്മൾ കണ്ടെത്തും. ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് തദ്ദേശീയരായ ചില ആളുകൾ പാകിസ്ഥാനിലേക്ക് ഉൾപ്പെടെ പോയി ട്രെയിനിങ് ഒക്കെ നടത്തി. അതുപോലെ തന്നെ അവിടെ കമാൻഡോയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി ഇയാൾക്ക് ഒളിച്ച് അവിടെ താമസിക്കാനുള്ള അവസരമൊരുക്കി. മാത്രമല്ല ഈ ആക്രമണമൊക്കെ നടത്തിയപ്പോൾ ഈ ഹിന്ദുക്കളാണോ അല്ലെങ്കിൽ മുസ്ലിങ്ങളാണോ എന്ന് തിരഞ്ഞതിന് ശേഷമാണ് ആക്രമണം നടത്തിയെന്ന് കൃത്യമായ തെളിവുകൾ ലഭിച്ചു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെയും കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇൻ്റലിജൻസ് വിഭാഗം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ അവലോകന യോഗങ്ങൾ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നബാധിത മേഖലകളിലെ സുരക്ഷാ വിന്യാസം ശക്തമാക്കിക്കൊണ്ട് ജനങ്ങളുമായിട്ട് പരമാവധി സഹകരിച്ച് ഈ അന്വേഷണ സംഘം മുന്നേറുന്നു. അവിടുത്തെ തദ്ദേശീയ ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പാകിസ്ഥാൻകാരായ ആളുകളെ സഹായിച്ച ആളുകളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കാട്ടിത്ത, അവർക്കെതിരെ നടപടിയെടുക്കാം. ഇതാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ നിലപാട്. അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യം കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളുമായി സഹകരിച്ചാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻസ് നടത്തുന്നത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ്. അപ്പോൾ പുഞ്ചിൽ ഭീകരരുടെ ഒളിസങ്കേതം തകർത്തുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറയുന്ന IED ഇതാണ് കണ്ടെത്തിയത്. 2 റേഡിയോ സെറ്റുകൾ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭീകരർ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ബൈനോക്കുലറുകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും ഈ മേഖലയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കശ്മീർ പോലീസും കരസേനയും സംയുക്തമായി നടത്തിയ ദൗത്യത്തിലൂടെയാണ് ഭീകരരുടെ ഒളിസങ്കേതം തകർത്തതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അപ്പോൾ കശ്മീർ IG പിന്നീട് ഒരു യോഗം വിളിച്ചു ചേർത്തു, അതായത് സുരക്ഷാ അവലോകന യോഗം. ഇതിന് പിന്നാലെയാണ് ഭീകരരുടെ ഒളിസങ്കേതം കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായ ആളുകൾക്ക് ഇപ്പോൾ ഇന്ത്യൻ സേനയോട് അല്ലെങ്കിൽ കാശ്മീരിലെ പോലീസിനോട് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കാരണം ഈ പഹൽഗാമിലടക്കം ഈ ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്നത് കൊണ്ടാണ് അവർക്ക് ഒരു ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ടൂറിസ്റ്റുകളിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കുതിരസവാരി നടത്തുന്നവരുണ്ട്, അതുപോലെ ബോട്ട് യാത്രയ്ക്ക് സഹായിക്കുന്ന ആൾക്കാരുണ്ട്, കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്, ആ മേഖലയിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ടൂറിസം ആ നാടിൻ്റെ വികസനത്തിന് വലിയ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പല വിവരങ്ങളും രഹസ്യമായിട്ടാണെങ്കിലും ഈ അന്വേഷണ സംഘത്തിന് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭീകരാക്രമണ അല്ലെ ഭീകര പ്രവർത്തനം നടത്തിയവരുടെ ഒളിസങ്കേതം കണ്ടെത്താൻ സാധിച്ചത് ഈ IG വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ്, രഹസ്യാന്വേഷണ ഏജൻസികൾ, അതുപോലെ തന്നെ CRPF തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്.
അതേസമയം കശ്മീരിൽ 15ാമത്തെ ദിവസവും ശക്തമായ തെരച്ചിൽ നടത്തുന്നുമുണ്ട്. അപ്പോൾ ഈ തെരച്ചിലിൻ്റെ ഇടയിലാണ് അനന്ത്നാഗ് മേഖലയിലേക്ക് ചില സൂചനകൾ, അതായത് അവിടെ ഭീകരരുടെ സാന്നിധ്യമുണ്ട്, അവിടെ ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലും ശക്തമായ തിരച്ചിൽ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കശ്മീരിൽ നിന്ന് ഒളിച്ചു കയറുന്ന ചില ആളുകൾക്ക് തദ്ദേശീയരായ കുറച്ച് പേർ സഹായം നൽകിയിട്ടുണ്ട്. ഇത് NIAയുടെ അന്വേഷണത്തിൽ വ്യക്തമായതാണ്. മാത്രമല്ല, ഇവർ ഏതാണ്ട് 1.5 മാസത്തോളം മുമ്പാണ് ഈ മേഖലയിലേക്ക് എത്തിയത്. ഇവിടെ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തണം. അവർ 1-2 തരത്തിലായിരിക്കും ഈ ആക്രമണ പദ്ധതി ഇട്ടത്. അതായത് ഒന്നുകിൽ 100-100-ലധികം ആളുകളെ ഒരുമിച്ച് വെടിവെച്ച് കൊല്ലുക, മറ്റൊന്ന് ഈ പദ്ധതി നടപ്പാക്കാതെ പോയാൽ ആർമിയോ അല്ലെങ്കിൽ സുരക്ഷാ സേനയോ ഒക്കെ എത്തുന്നതിന് മുമ്പ് മറ്റു കുറച്ച് പേരെ പ്രത്യേകിച്ച് ജാതി തിരിച്ച്, അതായത് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക. ഇതായിരുന്നു മറ്റൊരു പ്ലാൻ. ഇതാണ് ഇവിടെ നടപ്പാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ അനന്ത്നാഗ് മേഖലയിൽ ഒളിച്ചിരുന്ന ഭീകരവാദികളുടെ സൂചനകൾ പുറത്തേക്ക് വരുന്നു. അതിനാൽ പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം 11 ദിവസം രാത്രി തുടർച്ചയായിട്ട് പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു. അപ്പോൾ അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഇന്ത്യൻ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പറയുന്ന കരാർ ലംഘിക്കുന്ന വെടിവെപ്പൊക്കെ നടത്തുന്നത്. അപ്പോൾ നിയന്ത്രണ രേഖയിലടക്കം ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശക്തമായ തിരിച്ചടികൾക്ക് നിർദ്ദേശം നൽകി. അപ്പോൾ ഇങ്ങോട്ട് വെടിവെച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതെന്ന് അർത്ഥമില്ല. നമ്മളും ശക്തമായ തിരിച്ചടിയൊക്കെ നടത്തുന്നുണ്ട്. ഏതാനും ഭീകരരെ നമ്മൾ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ കരസേന അടിയന്തര സാഹചര്യം നേരിടാനുള്ള ഒരു മോക്ക് ഡ്രില്ല് നടത്തിയിട്ടുണ്ട്. അതായത് പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് ലൈറ്റുകളെല്ലാം അണച്ചുകൊണ്ടുള്ള ആ മോക്ക് ഡ്രിൽ നടത്തിയത്. അതായത് 9 മണി മുതൽ 9:30 വരെയുള്ള സമയത്ത് മുഴുവൻ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് റോഡിലൂടെ വാഹനങ്ങൾ പോലും പോകാൻ പാടില്ല, കാരണം ഹെഡ്ലൈറ്റ് പ്രകാശിക്കും. അപ്പോൾ ഇത്തരം ലൈറ്റുകൾ മുഴുവൻ ഓഫ് ചെയ്തുകൊണ്ട് ഒരു പരിശീലനം നമ്മൾ നടത്തുക എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇത് മാത്രമല്ല, ബുധനാകുമ്പോഴേക്കുമൊക്കെ നമ്മൾ മോക്ക് ഡ്രില്ലുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നുണ്ട്. അതായത് പഞ്ചാബ് മാത്രമല്ല, ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ മേഖലകളിൽ ഇതൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണമോ വ്യോമാക്രമണമോ ഉണ്ടായാൽ അതിനെ തടയാനുള്ള പദ്ധതികൾ നമ്മൾ മുന്നിൽ വെക്കുന്നു. എന്തായാലും ഈ 2800 പേരോളം കസ്റ്റഡിയിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരോക്ഷമായോ പ്രത്യക്ഷമായോ ഭീകരവാദികൾക്ക് സഹായം ചെയ്തവർ, അല്ലെങ്കിൽ അവർ ഉണ്ട് എന്നറിഞ്ഞിട്ടും വേണമെങ്കിൽ ഈ വിവരം അധികൃതരെ അറിയിക്കാൻ സാധിക്കുന്നവർ. അപ്പോൾ ഇവരെന്തിനാണ് ആ വിവരങ്ങൾ മൂടിവെച്ചത്? ഇതിൽ തന്നെ 90 പേർക്കെതിരെയാണ് ദേശീയ സുരക്ഷാ നിയമം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അതായത് സ്വന്തം രാജ്യത്ത് ജീവിച്ചിട്ട് മറ്റൊരു രാജ്യത്തെ സഹായിക്കുന്ന, മറ്റൊരു രാജ്യത്തു നിന്ന് വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. അവരെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പുഞ്ചിലെ ഭീകര സങ്കേതം തകർത്തുകൊണ്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. എന്തായാലും ജമ്മു കാശ്മീരിലെ നടപടിക്രമങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. കാരണം 2 ആഴ്ച തുടർച്ചയായിട്ട് നമ്മൾ ഈ നിരീക്ഷണം നടത്തി. വനാന്തർ ഭാഗത്തേക്ക് കൃത്യമായി സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം തദ്ദേശീയമായി ചില സഹായങ്ങൾ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ലഭിച്ചു എന്നുള്ളത് ഏതാണ്ട് കൃത്യമാണ്. ഇതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ ഇൻ്റലിജൻസ് വിഭാഗം നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തുന്നത്. അതായത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് ഓടി ഒളിക്കുക, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുക, എന്തിന് ആയുധങ്ങൾ പോലും ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുക. ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ 1971 ഇൻഡോ പാക് വാറിൻ്റെ സമയത്തായിരുന്നു. ഇതിനുശേഷം ഇത്തരം ഒരു നടപടി എടുക്കുന്നു എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ഭീകരരെ സഹായിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ കേന്ദ്രം ഭരണകൂടം ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇത് ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം ഇനിയും അവരുടെ പിന്തുണയിൽ ആരെയെങ്കിലും ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരായ ശക്തമായ നടപടിയെടുക്കും. അതുകൊണ്ടാണ് കശ്മീരിൽ നിന്ന് സംശയമുള്ള 2800 പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. അതിൽ 90 പേർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് തദ്ദേശീയമായി പിന്തുണ നൽകിയവരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ സൈനിക വക്താക്കളോ അല്ലെങ്കിൽ ഭരണകൂടത്തിലെ അധികൃതരോ ഒന്നും ഇക്കാര്യം പരസ്യമായി പറയുന്നില്ല. ചില കാര്യങ്ങൾ അങ്ങനെ രഹസ്യമായി വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും
ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് ഇനി ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നൊരു രീതിയിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ നിലപാടിനോട് CRPF, ആർമി, ജമ്മു കാശ്മീർ പോലീസ് എല്ലാം തന്നെ സഹകരിക്കുന്നുണ്ട്. ഒപ്പം തദ്ദേശീയരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവരുടെ സഹകരണത്തോടുകൂടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.